ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ല നാണയം കള്ള നാണയത്തിൽ നിന്ന് വേർതിരിച്ച് കാണാനുള്ള വിവേകമുള്ളവരായിട്ട് നമ്മൾ മാറണം. അതോടൊപ്പം നമ്മൾ ഇന്ന് ഒരു 7 കള്ള നാണയങ്ങളെക്കുറിച്ച് വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ കുറിച്ച് സൂചിപ്പിച്ച ഒരു കാര്യം. ഭർത്താവ് പങ്കെടുക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ എണ്ണം പലതുണ്ട് കേട്ടോ. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇവർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഭർത്താവ് കാര്യം പലപ്പോഴും വീൺ പഠിച്ച് പറയാറുള്ളതാണ്. ഞാൻ വീഞ്ഞു പോലും തൊടത്തില്ല. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ലൗകികമായ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോകത്തില്ല. എന്നിട്ടും ഭാര്യ പറയാണ്, ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കണമെങ്കിൽ നല്ല രജിസ്റ്റേർഡ് സ്കിന്ന് വേണം. കാരണം അദ്ദേഹത്തിന്റെ ചില സംസാര രീതികള്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് കുടുംബത്തിൽ തന്നെയാണെങ്കിലും ജീവിത പങ്കാളിയോടും മക്കളോടും ചെയ്യുന്നത്. അതിന്റെ പേരിലാണ് അവർ പറഞ്ഞത്, ഈ പുള്ളിയുടെ കൂടെ ജീവിക്കണമെങ്കിൽ രജിസ്റ്റേർഡ് സ്കിന്ന് വേണം. പക്ഷേ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ നമ്പർ വളരെ വലുതാണ്. ഇവിടെ നമുക്ക് കള്ള നാണയമായിട്ടോ നല്ല നാണയമായിട്ടോ മാറാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി നമ്മൾ ഇടപഴകുമ്പോൾ നല്ല നാണയത്തെ കള്ള നാണയത്തിൽ നിന്ന് വേർതിരിച്ച് കാണാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാകണം. ഒരു വചനം നമുക്കെടുക്കാം. ജോബിന്റെ പുസ്തകം 34-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ശരി ഏതെന്ന് പരിശോധിക്കാം. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പരിശോധിച്ച് കണ്ടെത്താൻ നമുക്ക് കഴിയണം. അതിനുള്ള വിവേകം നമുക്കുണ്ടാകണം. എന്നിട്ട് പറയാണ്, യഥാർത്ഥ നന്മ വിവേചിച്ചറിയാം. ഇതിന് കുറച്ച് പ്രാർത്ഥനയും അതുപോലെ തന്നെ കുറച്ച് ആലോചനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ദൈവഹിതം അറിയാനും യഥാർത്ഥ നന്മ തിരിച്ചറിയാനും ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതം നമ്മൾ പണിതുയർത്തണം. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കാര്യം ഇതാണ്: ഭക്തി യഥാർത്ഥമാകാം, കപടഭക്തിയാകാം. അതുകൊണ്ട് തന്നെ 7 കള്ള നാണയങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ കാര്യമാണ് ഭക്തിയുടെ കാര്യം. യഥാർത്ഥ ഭക്തിയാകാം, കപടഭക്തിയാകാം. നമുക്ക് വേണ്ടത് യഥാർത്ഥ ഭക്തി, കപടഭക്തി അല്ല. പ്രഭാഷകൻ 32-16 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശരിയായി വിധിക്കുന്ന യഥാർത്ഥ ദൈവഭക്തൻ ദീപം പോലെ പ്രകാശിക്കും. അതിന് ശരിയായി വിധിക്കാനുള്ള ആ ഒരു വിവേകം, അറിവ് അത് നമുക്കുണ്ടാകണം. അതിന് ആവശ്യമായിട്ടുള്ള ആത്മീയ കരുത്ത് നമ്മൾ സമ്പാദിക്കണം. അങ്ങനെയുള്ളവര് ദീപം പോലെ പ്രകാശിക്കും. മത്തായി 6-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വചനഭാഗം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് 3 കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്: പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ഈ കാര്യങ്ങളൊന്നും മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത് എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ അത് കപടഭക്തിയാണ്, യഥാർത്ഥ ഭക്തിയല്ല, കപടഭക്തി. യഥാർത്ഥ ഭക്തിയുള്ളവര്, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെ കാണുന്നതാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനുഷ്യർ കാണുന്നതോ മനുഷ്യരവരെ പ്രശംസിക്കുന്നതോ അംഗീകാരം കൊടുക്കുന്നതോ ഇതൊന്നും അല്ല. അതിനേക്കാൾ ദൈവം അംഗീകരിക്കുന്നതും ദൈവം പ്രശംസിക്കുന്നതും. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 2-ാമത്തെ വചനവും 17-ാം അധ്യായം 3-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവം ഹൃദയം പരിശോധിക്കുന്ന ദൈവമാണ്. കപടഭക്തരെ ദൈവം തിരിച്ചറിയും. അവരെ ദൈവം തിരസ്കരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. ലൂക്കാ 9-ാം അധ്യായം 46 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായി. തങ്ങളിൽ ആരാണ് വലിയവൻ? ഇവരുടെ ഹൃദയരഹസ്യം പോലും കർത്താവ് അറിഞ്ഞു. അതുകൊണ്ടാണ് അവരോട് ചോദിച്ചത്, എന്തായിരുന്നു നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ വീടിനകത്തായിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അവർക്കത് പറയാൻ ലജ്ജയായിരുന്നു. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ഒരു ഡിസ്കഷനാണ് അവരുടെ ഇടയിൽ ഉണ്ടായത്. യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകില്ല, ഇങ്ങനത്തെ ഒരു ചിന്താഗതി വരില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. രണ്ടാമത്തെ കള്ളനാണയം, അത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന യഥാർത്ഥമാകാം, പ്രാർത്ഥന കാപഠ്യം നിറഞ്ഞ പ്രാർത്ഥനയാകാം. ദൈവം അംഗീകരിക്കുന്നത് യഥാർത്ഥ പ്രാർത്ഥനയാണ്, കപടനാട്യക്കാരുടെ പ്രാർത്ഥനയല്ല എന്നുള്ളത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് മത്തായി 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. 2 തീമോത്തി 3-ാം അധ്യായം 5-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് ചൈതന്യം നിഷേധിക്കുന്നവരായിട്ട് മാറാം. ഈ ചൈതന്യമില്ലാതെ കുറെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന വ്യക്തികളായിട്ട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് മറ്റുള്ളവരെ കാണിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് തരം താഴാൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. മത്തായി 15-8-9 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ഫലമണിയത്തില്ല, വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു എന്നുള്ളത് ഈ വചനഭാഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു
കള്ളനാണയം ഇതുമായി ബന്ധപ്പെട്ടതും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. യഥാർത്ഥമായ ആരാധന, യഥാർത്ഥമല്ലാത്ത ആരാധന. അതിന് ജെറമ്യായുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. കർത്താവ് പറയുന്നുണ്ട്, ഇവരുടെ അധരത്തിൽ ഞാനുണ്ട്, പക്ഷേ അവരുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമില്ല. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവത്തിന് സ്ഥാനം കൊടുക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന് സ്ഥാനമുണ്ടെങ്കിൽ, ഹൃദയം ആ പ്രാർത്ഥനയിൽ ഇൻവോൾവ്ഡ് ആണ്, മുഴുകുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നല്ല പ്രാർത്ഥനയാണ്. അതല്ല എങ്കിൽ ആരാധന വ്യർത്ഥമായ ആരാധനയാകും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 4-ാം അധ്യായം 23-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന, അതാണ് ദൈവത്തിന് പ്രീതികരമാകുക. ആത്മാവിൻ്റെ സഹായമെടുത്തുള്ള പ്രാർത്ഥന. റോമ 8:26, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും പ്രാർത്ഥിക്കാൻ. ആ സഹായമെടുത്തുള്ള പ്രാർത്ഥന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ്. അതുപോലെ തന്നെ സത്യസന്ധമായി ജീവിതം നയിക്കുന്നവരുടെ ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ്. അതിന് പ്രഭാഷകൻ 4:28 പറയുന്നു, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്. അങ്ങനെ ജീവിക്കുന്നവരുടെ ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ്. 4-ാമത്തെ കാര്യമാണ്, ആത്മീയത യഥാർത്ഥമാകാം, കപടമാകാം. നമ്മുടെ സ്പിരിച്വാലിറ്റി അത് ആത്മാർത്ഥമായിരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 5:16 വചനം പറയുന്നുണ്ട്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്, കാരണം അവ ആത്മാവിനെതിരാണ്. ഇന്ന് വലിയ ആത്മീയത ഉണ്ടെന്ന് നടിക്കുന്നവരും എന്നാൽ ജഡത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത വ്യക്തികൾ, അതിന് ശ്രദ്ധയെടുക്കാത്ത വ്യക്തികൾ, അങ്ങനെയുള്ളവരുടെ ജീവിതം അത് ചാരമായി മാറും എന്നുള്ളത് പ്രഭാഷകൻ 23:16 മുതലുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. 5-ാമത്തെ കാര്യമാണ്, നന്മ യഥാർത്ഥമാകാം, വേണമെങ്കിൽ നല്ലവരാണെന്ന് നടിക്കുന്ന വ്യക്തികളുണ്ടാകാം. അത് കള്ളനാണയമാണ്. ജോബിൻ്റെ പുസ്തകം 34:4 വചനം നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, യഥാർത്ഥ നന്മ വിവേചിച്ചറിയണം. യഥാർത്ഥമാണോ അല്ലയോ എന്നുള്ളത് വിവേചിച്ചറിയണം. സുഭാഷിതങ്ങൾ 14:12 പറയുന്നുണ്ട്, ശരിയെന്ന് നിനക്ക് തോന്നുന്നത് ഒരുപക്ഷെ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് ശരി അറിയാനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നും നടത്തണം. 6-ാമത്തേതാണ് ഉത്സാഹം. നല്ല ഉത്സാഹമുണ്ട്, ഒരുപക്ഷെ നമുക്ക് നീരസം വളർത്തുന്ന ഉത്സാഹം. ഇതേക്കുറിച്ച് അറിയാൻ 2 പത്രോസ് 1:10, നമ്മുടെ വിളിക്കനുസരിച്ച് ജീവിക്കാൻ നല്ല ഉത്സാഹമുള്ളവരായിട്ട് മാറണം. അത് നല്ല ഉത്സാഹമാണ്. എന്നാൽ നമ്മൾ കാണുന്നുണ്ട് എഫേസ്യസ് 4-ാം അധ്യായം 19-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, എല്ലാവിധ അശുദ്ധിയിലും അവര് ആവേശത്തോടെ മുഴുകുന്നു. അത് നല്ല ഉത്സാഹമല്ല. അവസാനത്തെ 7-ാമത്തെ കാര്യം, സാമർഥ്യം. അനവസരത്തിൽ വേണമെങ്കിൽ നമുക്ക് സാമർഥ്യം പ്രകടിപ്പിക്കാം, അത് മറ്റുള്ളവരിൽ നീരസം വളർത്തും. പ്രഭാഷകൻ 32:4 വചനവും 21:12 വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അക്കാര്യമാണ്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് നല്ല സാമർഥ്യം ഉണ്ടായിരുന്ന ചില ചെറുപ്പക്കാർ, ദാനിയേലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും. ദാനിയേൽ 1:17 വായിക്കുമ്പോൾ അവർ ത്യാഗോജ്വലമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരെ സമർത്ഥരായി മാറ്റി. പ്രിയപ്പെട്ടവരെ, കള്ളനാണയങ്ങൾ നല്ല നാണയത്തിൽ നിന്ന് വേർതിരിച്ച് കാണാൻ വേണ്ട വിവേകത്തിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉള്ളതിനേക്കാൾ കൂടുതൽ മേന്മ ഭാവിക്കുന്ന വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനും ലോകരക്ഷകനുമായ ദൈവമേ, ഈ നോമ്പുകാലം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി എന്നരുൾ ചെയ്ത ദൈവമേ, ആത്മീയ നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ആത്മരക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിറവേറ്റി തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.